പാകിസ്ഥാനിൽ ബംഗ്ലാദേശ് മോഡൽ കലാപം നടക്കുമോ? അവിടെ നിന്നുള്ള ചില വിവരങ്ങൾ, റിപ്പോർട്ടുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്ന അത്തരത്തിലുണ്ട്. അവിടുത്തെ സോഷ്യൽ മീഡിയകളിലും അവിടുത്തെ ചില പ്രാദേശിക പത്രങ്ങളിലെല്ലാം അത്തരത്തിലുള്ള ചില ആഹ്വാനങ്ങൾ വരുന്നു എന്നാണ് അറിയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവിടുത്തെ കരസേന മേധാവി ജനറൽ അസീം മുനീർ ശക്തമായ താക്കീതും കൊടുത്തിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും നീക്കം നടന്നാൽ പട്ടാളം ഇറങ്ങി അടിച്ചമർത്തും എന്ന തരത്തിൽ അദ്ദേഹം വളരെ താക്കീതും കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചെടുക്കേണ്ടത് ബംഗ്ലാദേശ് മോഡലിൽ ഒരു കലാപം പാകിസ്ഥാനിലുണ്ടാകും, പാകിസ്ഥാനിലെ ജനങ്ങളും വളരെയധികം വീർപ്പ് മുട്ടി കഴിയുകയാണെന്ന് തന്നെയാണ്, അല്ലേ? എന്തു പറയുന്നു? ആ രാജ്യത്ത് നമ്മുടെ ഇന്ത്യ പോലല്ല, നിരന്തരം കലഹം നടക്കുന്ന, കലാപം നടക്കുന്ന, ഭരണസ്ഥിരതയില്ലാത്ത, പട്ടാളം ഭരണം കൈയാളുന്ന, ഏത് നിമിഷവും പട്ടാളം അവിടുത്തെ പ്രധാനമന്ത്രിയെ പിടിച്ച് താഴെ ഇടുന്ന ഒരു രാജ്യമാണ്. അതെ. ഇവിടെ അങ്ങനെയല്ലല്ലോ. അവർ ശരിക്കും പറഞ്ഞാൽ ആ രാജ്യത്തെ ജനങ്ങൾ അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ഒരു രാജ്യമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ അടുത്ത കാലത്തായി അവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. രാഷ്ട്രീയ കാലാവസ്ഥ നേരത്തെ തന്നെ മോശമാണ്. പട്ടാളം ഏത് നിമിഷവും അധികാരം പിടിക്കും എന്നുള്ള സ്ഥിതിയിലാണ് അവിടുത്തെ ഭരണാധികാരികൾ പോലും ഭരിക്കുന്നത്. ഏത് നിമിഷവും പട്ടാളത്തിന് അട്ടിമറിക്കാം. പട്ടാളത്തിനാണ് അവിടെ പ്രാമുഖ്യം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഈ താക്കീത് ഈ കരസേനാ മേധാവി തന്നെ നൽകുന്നത്. അവിടെ അസ്വസ്ഥമാണ് ജനങ്ങൾ. അവിടുത്തെ ജീവിത സാഹചര്യങ്ങളും തൊഴിലില്ലായ്മയും അഴിമതിയും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് അവർ അസ്വസ്ഥരാണ്. ഈ ബംഗ്ലാദേശിലുണ്ടായതുപോലെ, ബംഗ്ലാദേശിൽ മറ്റൊരു സാഹചര്യമാണെങ്കിൽ പോലും ബംഗ്ലാദേശിലെ കലാപത്തിൻ്റെ പിന്നിൽ ഈ പറഞ്ഞ അമേരിക്കയും പാകിസ്ഥാനും ഒക്കെ ആണെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പക്ഷേ ഇവിടെ ഈ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ ആളുകൾ അങ്ങനെയുണ്ടല്ലോ, ചില രാജ്യങ്ങളിൽ സ്വമേധയാ ജനങ്ങൾ ഇതിന് മടുത്തിട്ട് രംഗത്ത് വരും എന്ന് പറഞ്ഞതുപോലെ ജനത്തിന് മടുത്തു കഴിഞ്ഞു. അപ്പോൾ ജനം മടുക്കുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ ആയുധം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനം ചെയ്യും, നമുക്ക് ഒരുമിക്കണം. ഈ സോഷ്യൽ മീഡിയ ആഹ്വാനത്തിന് വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പം ജനം ആ മടുപ്പ്, കാരണം ഇവരെല്ലാം എടുത്ത് കളയണം. നമുക്കൊന്ന് ആലോചിച്ച് 1947 നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ആ രാജ്യത്തിൻ്റെ സ്ഥിതിയും നമ്മുടെ ഇപ്പോഴത്തെ മികവും തമ്മിൽ എക്കാലവും നമ്മൾ മുന്നിൽ തന്നെയായിരുന്നു. അതായത് ലോക രാജ്യങ്ങൾ ഇന്ന് നമ്മുടെ ഇന്ത്യ പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണാധികാരി എന്താണ് പറയുന്നത്, അത് ശ്രദ്ധയോടെ കേൾക്കാൻ തയ്യാറാകുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന പാകിസ്ഥാൻ ഏതവസ്ഥയിലാണെന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. പാകിസ്ഥാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ല. നേരത്തെ ചില ഇപ്പം അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ ഒക്കെ ഇപ്പോഴും ചൈന പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്നത് പാകിസ്ഥാനോടുള്ള സ്നേഹം കൊണ്ടല്ല, നമ്മളോടുള്ള ശത്രുത കൊണ്ടാണ്. നമ്മളെ അടിക്കാൻ കിട്ടുന്ന ഒരു ആ വഴി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അവരെ കൈ പിടിപ്പിച്ച് നമ്മളോട് എതിരിടുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ നമ്മുടെ രാജ്യം സുസ്ഥിരമായി ഭരണ സംവിധാനം, ജനാധിപത്യ സംവിധാനത്തിൽ നമ്മളോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യം. നമ്മളിവിടെ വളരെ ചുരുക്കം കാലം ഒഴിച്ച് പല ഗവൺമെൻറ്റുകൾ വന്ന് വീഴുന്ന കുറച്ച് കാലം മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കെല്ലാം സുസ്ഥിരമായി ഇവിടെ പ്രധാനമന്ത്രിയും അതിൻ്റെ ഭരണ സംവിധാനവും എല്ലാം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. പക്ഷെ അവിടെ നേരെ തിരിച്ചാണ്, അപ്പുറത്ത് നേരെ തിരിച്ചാണ്. ഏത് ഗവൺമെൻറ് എപ്പോഴും അതെ അസ്ഥിരതയാണ്. അവിടെ പട്ടാളം പറയുന്നതിനപ്പുറം പട്ടാളം വരയ്ക്കാത്താണ് അവിടുത്തെ ജനാധിപത്യം. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ പിടിച്ചത് കാലി വലിച്ച്. അതുകൊണ്ട് നവാസ് ഷെരീഫ് പുറത്തു പോയി തിരിച്ചു വരുന്ന സമയത്തിനുള്ളിൽ അവിടെ പുതിയ പ്രധാനമന്ത്രിയായി നമ്മുടെ മരിച്ചുപോയ പട്ടാള മേധാവി അവിടെ സ്ഥാനം ഏറ്റെടുക്കുകയാണ്, മുഷറഫ്. അദ്ദേഹത്തിന് രാജ്യത്ത് ഇറങ്ങാൻ സമ്മതിച്ചില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യമാണ്. ബേനസീർ ഭൂട്ടോ രാജ്യം വിട്ടു പോകേണ്ടി വന്നു. അവർ പിന്നെ തിരിച്ചു വന്ന സമയത്താണ് അവർ വെടിയേറ്റ് മരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും പ്രധാനമന്ത്രി അത് തന്നെയാണ്. അപ്പോൾ കലാപരൂക്ഷിതമായ ജനത്തെ സംബന്ധിച്ച്, ഒരു രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് സമാധാനമാണ് അടിസ്ഥാനപരമായി വേണ്ടത്. ശാന്തമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ പാകിസ്ഥാനിലല്ല, ഭീകരവാദത്തിൻ്റെ വിളനിലമാണല്ലോ. നമ്മൾ ഇപ്പോഴാണ് അതിന് പിന്നെയും ശക്തി ക്ഷയിച്ചു തുടങ്ങിയത്. ഇപ്പോൾ അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല. അത് മാത്രമല്ല, അമേരിക്കയ്ക്ക് ഇവരോടുള്ള ആ ഒരു കാരണം അമേരിക്കയ്ക്ക് അന്ന് ഒത്തിരി താല്പര്യങ്ങളുണ്ടായിരുന്നു. അഫ്ഗാൻ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലുള്ള താല്പര്യം അന്ന് അമേരിക്കയ്ക്ക് ഉള്ളതുകൊണ്ട് ഇവിടെ ഇന്ത്യയിൽ ശക്തമായ ഒരു ഭരണാധികാരി വന്നപ്പോഴത്തേക്ക് അമേരിക്കയും ഒരു ചുവട് പിന്നോട്ട് വയ്ക്കുകയാണ്. പക്ഷേ അമേരിക്കയ്ക്ക് ഇപ്പോഴും നമുക്ക് ചുറ്റും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള താല്പര്യം അമേരിക്കയുണ്ട്. ആ താല്പര്യത്തിൻ്റെ പുറത്താണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടതും ഷെയ്ഖ് ഹസീന പുറത്തായതൊക്കെ. അതവിടെ നിൽക്കുമ്പോഴും അമേരിക്കയ്ക്ക് പഴയതുപോലെ പാകിസ്ഥാനെ സഹായിക്കണം അല്ലെങ്കിൽ പാകിസ്ഥാനോടൊപ്പം നിൽക്കണം എന്നുള്ള ചിന്ത ഇപ്പം അമേരിക്കയ്ക്കില്ല.
ഈ ട്രംപും നമ്മുടെ പ്രധാനമന്ത്രി മോദിയുമായിട്ടുള്ള ഒരു സൗഹൃദമൊക്കെ അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ അമേരിക്ക എപ്പോഴും അവരുടെ ചില താല്പര്യങ്ങളുണ്ട്, അവർക്ക് അവരുടെ ചില താല്പര്യങ്ങൾ, അവരുടെ ബിസിനസ്സും ഉണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ഇല്ല എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ഇവിടെ ഈ സായുധ സേനയുടെ പാകിസ്ഥാൻ കരസേനാ മേധാവി ജനറൽ അസീം മുനീർ അദ്ദേഹം പറയുന്നത് ഈ ബംഗ്ലാദേശുമായിട്ട് പാകിസ്ഥാനെ താരതമ്യം ചെയ്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അവിടെ പ്രചാരണം ഉണ്ടായിരിക്കുന്നത്. അതായത് ബംഗ്ലാദേശിൽ സംഭവിച്ചത് ഇവിടെയും സംഭവിക്കും, അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിനെതിരെ ഇദ്ദേഹം കർശനമായ താക്കീത് കൊടുത്തിരിക്കുകയാണ്. കരസേനാ മേധാവി അസീം മുനീർ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുക. അവിടുത്തെ കരസേനാ മേധാവിയുടെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്, ഇവിടെ പക്ഷേ കരസേനാ മേധാവി അല്ലല്ലോ മുന്നറിയിപ്പ് കൊടുക്കുക. ഇവിടെ നമ്മളെ രാഷ്ട്രീയ നേതൃത്വമാണ്, ഭരണ നേതൃത്വം. ആരാണോ ഉത്തരവാദിത്തപ്പെട്ട ആൾ, പ്രധാനമന്ത്രിയാണെങ്കിൽ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആണെങ്കിൽ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരാണെങ്കിൽ അവരാണ് ആ മുന്നറിയിപ്പ് നൽകുന്നത്. ഇങ്ങോട്ട് അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നത് അവരാണ്. പക്ഷെ അവിടെ കരസേനാ മേധാവി, അതിന്റെ അർത്ഥം തന്നെ അവിടെ ഒരു പ്രധാനമന്ത്രി ഉണ്ട്. ആ പ്രധാനമന്ത്രിയുടെ പേര് പലർക്കും അറിയില്ല. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഇമ്രാൻഖാൻ മറിച്ചിട്ടതിന് ശേഷം വന്ന പ്രധാനമന്ത്രി ആരാണെന്നുള്ള ആർക്കും വന്നതാണ്. അപ്പൊ അവിടുത്തെ പല നേതാക്കളും ഒന്നിൽ ഇവര് എന്തെങ്കിലും അടുത്ത ഭരണാധികാരി പട്ടാളത്തിന് ഇഷ്ടക്കേട് തോന്നി അടുത്ത ആളെ വാഴിക്കുമ്പോൾ കേസുകൾ ഒരുപാടുണ്ട്. അതിൽ കുരുങ്ങാതിരിക്കാൻ വേണ്ടി നേരെ വിദേശത്തേക്ക് പോകും. പിന്നെ ആ കേസെല്ലാം കൂടെ തീർത്ത് കഴിയുമ്പോഴാണ് ഇവർക്ക് വരാനുള്ള അനുമതി കൊടുക്കുന്നത്. അതെ, ഇമ്രാൻഖാനെ പോലും അവർ ജയിലിലിട്ടിരിക്കുകയാണ്, തടവിലാക്കിയിരിക്കുകയാണ്. ബേനസീറിനെ നാട് കടത്തി, ഈ നവാസ് ഷെരീഫിനെ നാട് കടത്തി, പർവേസ് മുഷറഫ് അദ്ദേഹത്തിനെ നാട് കടത്തി. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിനൊക്കെ രാജ്യം വിട്ടു പോയിട്ടുണ്ട്. വലിയ എന്താ പറയുന്നത്, കരസേന പട്ടാള മേധാവി എന്നുള്ള നിലയിൽ അദ്ദേഹം ശക്തനായ അദ്ദേഹത്തിന് പോലും പോകേണ്ടി വന്നു. ആ രാജ്യത്തെ അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ തീവ്രവാദികൾക്ക് വളരാനുള്ള ഒരു മണ്ണാക്കി അതിനെ മാറ്റിയത്. കാരണം അദ്ദേഹത്തിന് ഇന്ത്യ വിരോധം പറഞ്ഞാൽ മാത്രമേ അവർക്കൊക്കെ അവിടെ നിലനിൽക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ഇന്ത്യക്കെതിരെ പോരാടാനുള്ള ശക്തിയൊന്നും അല്ലെങ്കിൽ പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നിൽ നിന്ന് കുത്തുക, അല്ലെങ്കിൽ തീവ്രവാദികളെ പരിശീലിപ്പിക്കാനുള്ള ഒരു ഇടമാക്കി ആ രാജ്യത്തെ വിട്ടുകൊടുക്കുകയായിരുന്നു. നമുക്കറിയാം ബിൻ ലാദൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ എത്രയോ തീവ്രവാദികൾക്ക് താവളം ഒരുക്കി കൊടുത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവിടെ നിന്ന് സമാധാനം, ഈ ജനങ്ങൾക്ക് സമാധാനം കിട്ടണം. തീവ്രവാദികൾ നമ്മുടെ വീട്ടിൽ മുഴുവൻ അക്രമകാരികളായ കുറേ ആളുകളെ കൊണ്ട് താമസിപ്പിച്ചിട്ട് അപ്പോൾ വീട്ടിലുള്ള മറ്റംഗങ്ങൾക്ക് എങ്ങനെയാണ് സമാധാനം കിട്ടുന്നത്? ഏത് നിമിഷവും പേടിച്ചാണ് നമ്മളിരിക്കുന്നത്. 15 കൊലപാതകം ചെയ്ത 5 പേരെ കൊണ്ട് നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കുകയാണ് ഒരാഴ്ചത്തേക്ക്. അപ്പോൾ അയാളുടെ ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ നമ്മുടെ വീട്ടിൽ താമസിപ്പിക്കുക നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ട്. അതാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ആ തരത്തിലാണ് അവിടുത്തെ ഭരണാധികാരികൾ ആ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനം ഏതെങ്കിലും ഒരു ഘട്ടം വരുമ്പോൾ ഈ പറഞ്ഞ ബംഗ്ലാദേശ്, തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശാണ്, പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോയി ഉണ്ടായ രാജ്യമാണ്, ഇന്ദിരാഗാന്ധി ഉണ്ടാക്കി കൊടുത്ത രാജ്യമാണ്. പക്ഷെ അപ്പോഴും അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതും ഹസീനയ്ക്കെതിരെ, അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന പ്രധാനമന്ത്രിക്കെതിരെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് വേറെ ചില സാഹചര്യങ്ങളൊക്കെ താല്പര്യമുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ അങ്ങനെ ഇവിടെ വരുമ്പോൾ മറ്റൊന്നുള്ളതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനേക്കാൾ സാമ്പത്തികമായാലും അവിടുത്തെ ജീവിത രീതിയിലും ഒക്കെ താഴേക്ക് പോയി, ഈ സമയത്ത് താഴേക്ക് പോയി നിൽക്കുന്നില്ല. അപ്പോൾ അത്രയും ജനം മടുത്തു. ജനം ആരോടാണിത് പറയുക? നിരന്തരം കലാപം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനം ആരോട് പറയും? കാരണം നാളെ ഈ ഇരിക്കുന്ന പ്രധാനമന്ത്രി നാളെ ഇല്ല, അദ്ദേഹത്തിനെ വലിച്ചു താഴെയിടും, പുതിയ ആളിനെ വരും. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹം, പ്രത്യേകിച്ച് പാവപ്പെട്ടവർ അവിടെ വളരെയധികം കഷ്ടപ്പെടുകയാണ്. സാധാരണ ഒരു മുകളിൽ നിൽക്കുന്ന ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഒരു മരുന്ന് വാങ്ങാൻ പറ്റും. കാരണം മരുന്ന് ഫാർമസ്യൂട്ടിക്കൽസ് ഒന്നും അവിടെ വർക്ക് നടത്തുന്നില്ല. കാരണം അവർക്കതൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയല്ല, പണമില്ല, ആരും ലോണും കൊടുക്കുന്നില്ല. അപ്പം സാധാരണ മനുഷ്യർ, അത് പാവപ്പെട്ട ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടാണ്. പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ആഹാരമില്ല, അവർക്ക് പെട്രോളില്ല, അവർക്ക് വൈദ്യുതിയില്ല, അവർക്ക് നേരെ വസ്ത്രമില്ല, അവർക്ക് മരുന്നില്ല, അവരെ കുട്ടികൾക്ക് കൊടുക്കാൻ ഫുഡില്ല. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തിൽ വരികയും കലാപം ഉണ്ടാവുകയും ചെയ്യും. അവിടെ ഉയർന്ന തട്ടിലുള്ളവർക്ക് ജീവിതം സുഖകരമാവുകയും പാവപ്പെട്ടവൻ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കും. അത് പാകിസ്ഥാനിൽ ഉണ്ടാകാൻ സാധ്യത വളരെ ഏറെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യം എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യും? കാരണം നമ്മുടെ രാജ്യത്ത് ബംഗ്ലാദേശിൽ സംഭവം നടന്നു കഴിഞ്ഞു, ശ്രീലങ്ക അസ്ഥിരമാണ്, നേപ്പാൾ അസ്ഥിരമാണ്, മ്യാൻമാർ അതുപോലെയാണ്, നമ്മുടെ അയൽവക്കമായ മ്യാൻമാർ അതുപോലെയാണ്, പിന്നെ ചൈന ഏത് നിമിഷവും ഇതിനെല്ലാം ചുരണ്ടി നമുക്കെതിരെ ചെയ്യാനുള്ള സമയത്ത്. അപ്പോൾ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് സത്യം അതിനകത്തൂടെയാണ് ഇന്ത്യക്കകത്ത് കുറേ ഇന്ത്യ വിരുദ്ധന്മാർ
അട്ടിമറിക്കാൻ നടക്കുന്നത്. ഇതെല്ലാം കൂടെ വെച്ചൊക്കെ നമ്മുടെ രാജ്യം വല്ലാതൊരു നിർണായകം, വളരെ ഉരുക്ക് മനുഷ്യനെ പോലുള്ള ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ മാത്രമേ ഈ രാജ്യത്തെ ഈ അവസ്ഥയിൽ, കാരണം പാകിസ്ഥാനിലൂടെ കലാപം നടന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ വളരെയധികം പാകിസ്ഥാനിൽ കലാപം നടന്നാൽ ഉണ്ടാകാൻ പോകുന്നത് ആ രാജ്യം തീവ്രവാദികളുടെ കയ്യിലേക്ക് ചെന്ന് നിൽക്കുന്നുള്ളതാണ്. ബംഗ്ലാദേശിൽ വ്യക്തമായി അമേരിക്ക വാഴിച്ച ഭരണകൂടം ഉള്ളതുകൊണ്ട് അവിടെ അമേരിക്കയിലുണ്ടായിരുന്ന യൂനിസിന് അതായത് അമേരിക്കയുടെ താല്പര്യമാണ്. അതിനകത്ത് പട്ടാള മേധാവി വന്നിട്ട് പറയുന്നുണ്ട്, പട്ടാളം അതായത് ഷേഖ് ഹസീനയെ പുറത്താക്കിയതിന് ശേഷം അവർ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് പട്ടാള മേധാവി, ഈ ഷേഖ് ഹസീനയുടെ ബന്ധുവാണ് അവിടുത്തെ പട്ടാള മേധാവി, അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ രാജ്യത്തിൻ്റെ അധികാരം ഏറ്റെടുത്തു. ആ ഒരൊറ്റ പ്രസ്താവന മാത്രമേ അദ്ദേഹത്തിന് നടത്താൻ പറ്റുള്ളൂ. കാരണം അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പ്രസ്താവന നടത്താൻ പട്ടാളത്തിന് ഏറ്റെടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം അമേരിക്കയാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളതുകൊണ്ട് അമേരിക്കയ്ക്ക് താല്പര്യമുള്ള യൂനിസിനെ അവിടെ പ്രധാനമന്ത്രിയാക്കുക. അമേരിക്കയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹം രാജ്യം വിട്ടു പോകേണ്ടി വന്ന അമേരിക്കയിലാണ്. അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു, അദ്ദേഹത്തെ അവിടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതല ഏൽപ്പിക്കുകയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ തീവ്രവാദികൾ മാത്രമുള്ള അല്ലെങ്കിൽ തീവ്രവാദികൾക്ക് എന്നും വളക്കൂറുള്ള ഒരു മണ്ണായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ മറ്റൊരു താലിബാനായി മാറുകയോ അല്ലെങ്കിൽ തീവ്രവാദികളുടെ അത് പക്ഷേ പട്ടാളത്തിന് കൃത്യമായി അറിയാം. പക്ഷെ അവിടെ ഒരു കാര്യം അവിടെ കലാപം നടക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ നടന്നതുപോലെ അല്ല ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ സഹിക്കാൻ വയ്യ, അവരെ മുഴുവനും തകർന്ന് ആകെ 8% ന്യൂനപക്ഷങ്ങളെ ബംഗ്ലാദേശിലുള്ളൂ. ആ 8% പോലും അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പാകിസ്ഥാനിലും കൂടെ ഒരു കലാപം നടന്നാലോ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന ഹിന്ദുക്കളെയും അതുപോലുള്ള മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും തുടച്ചു നീക്കപ്പെടാനാണ് സാധ്യത. അവിടെ പാകിസ്ഥാനിൽ നിരന്തരം ന്യൂനപക്ഷങ്ങളെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തായാലും കലാപം നടക്കുമോ ഇല്ലയോ എന്നുള്ളതായിരിക്കും നമ്മുടെ പാകിസ്ഥാനിൽ നടക്കാതിരിക്കട്ടെ. നമുക്ക് പറയാനുള്ളത് ഒരു രാജ്യത്തും ഇങ്ങനെ എന്താണ്, പക്ഷെ ജനങ്ങൾ സഹികെട്ട് കഴിയുമ്പോൾ ആ ഭരണ നേതൃത്വം പരാജയമാണ് എന്ന് കാണുമ്പോൾ ജനം സ്വാഭാവികമായിട്ടും തെരുവിലിറങ്ങും. അതിന് നമ്മൾ അതുകൊണ്ട് ഞാനൊരു കരസേനാ മേധാവിയുടെ ഒരു മുന്നറിയിപ്പ് വന്നപ്പോഴും അതാണ് നമ്മൾ കാണുന്നത്.